അവസാനം ആഴ്സണൽ ആ തീരുമാനം അങ്ങ് എടുത്തു. ബെഞ്ചമിൻ സെസ്കോ വേണ്ട, ഗോയിക്കേസ് മതി. ആ സ്ട്രൈക്കർ സാഗയ്ക്ക് ഒരു പര്യവസാനം എത്തി. ഏറെക്കുറെ ഒരു ബോറിങ് ഫ്രസ്ട്രേറ്റിംഗ് വെയിറ്റ് ആയിരുന്നു ശരിക്കും ആർസണൽ ഫാൻസിന്. ഓരോ ദിവസവും ഈ രണ്ട് പ്ലേയേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഫേവറബിളായിട്ട് റിപ്പോർട്ട്സ് വരുന്നു, കാര്യങ്ങൾ വരുന്നു. ആദ്യമൊക്കെ കുറേ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നി, പിന്നീട് ഒരു ബോറിങ് ഫ്രസ്ട്രേറ്റിംഗ് സംഭവമായിട്ട് മാറി. അവസാനം ഒരു തീരുമാനത്തിലേക്ക് എത്തി. എന്തായാലും ഗോയിക്കേസ് ആയിരിക്കും അടുത്ത സീസണിൽ ആർസണലിന് വേണ്ടി നമ്പർ 9 പൊസിഷനിൽ കളിക്കാൻ ഇറങ്ങാൻ കൂടുതൽ സാധ്യത. ഏറെക്കുറെ ഹിർവിഗോ ആയിട്ടില്ല, പക്ഷെ ഒരു പേഴ്സണൽ അഗ്രിമെൻ്റ് ഒക്കെ ഏറെക്കുറെ എത്തിയെന്നാണ് റിപ്പോർട്ട്സ് വരുന്നത്. ലാസ്റ്റ് വീക്കിൽ നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ ആൻഡ്രിയ ബെർട്ട സൈലൻ്റ് ആയിട്ട് പുള്ളി പോർച്ചുഗലിലേക്ക് ഒരു വിസിറ്റൊക്കെ നടത്തി, ഗോയിക്കേഴ്സായിട്ടൊരു ഫേസ് ടു ഫേസ് മീറ്റിംഗ് ഒക്കെ നടത്തി എന്ന് പറയപ്പെടുന്നു. അങ്ങനെ പേഴ്സണൽ അഗ്രിമെൻ്റ് ഒക്കെ എത്തി, പേഴ്സണൽ ടൈംസ് ഒക്കെ അവിടെ ക്ലാരിഫൈ ചെയ്തു. ഒരു 5 വർഷത്തെ ഡീലിന് ഒരു എഗ്രിമെൻ്റ് എത്തി എന്നുള്ള കാര്യത്തിലാണ് റിപ്പോർട്ട്സ് ഒക്കെ വന്നിരിക്കുന്നത്. ഇനി സ്പോർട്ടിംഗ് ആയിട്ടുള്ള സംസാരങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. അതും വളരെ ക്ലോസ് ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം സ്പോർട്ടിങ്ങിന് പിടിച്ചു നിർത്തണമെന്ന ആഗ്രഹമില്ല, ഒരു ഫീ വേണം എന്നുള്ളതാണ്. പ്ലെയർ ആണെങ്കിൽ അവിടെ കയറ് പിടിച്ച് നിൽക്കുകയാണ്. ആർസണൽ വേണം, ആർസണൽ മതി, ആർസണലോട്ട് പോകണം എന്നുള്ള രീതിയിൽ ഗോയിക്കേഴ്സ് കയറ് പിടിച്ച് നിൽക്കുകയാണ്. ലേറ്റസ്റ്റ് ആയിട്ട് വന്ന റിപ്പോർട്ട് പ്രകാരം പ്ലെയറിൻ്റെ സാലറിയിൽ നിന്ന് 2 മില്യൺ എഴുതി തള്ളി ഈ ഒരു ഡീല്, ഈ ഒരു ടോക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി എന്നൊരു റിപ്പോർട്ട്സ് വന്നിട്ടുണ്ട്. സോ അത്രയ്ക്കും ഇൻട്രസ്റ്റ് ഗോയിക്കേഴ്സ് കൊടുക്കുന്നുണ്ട് ആർസണലിലേക്ക് വരാനായിട്ട്. അത്രയ്ക്കും ഫേവർ, അത്രയ്ക്കും പ്രയോറിറ്റി ആർസണലിന്, പ്രയോറിറ്റി എന്നല്ല, ആർസണൽ മതി എന്നുള്ള രീതിയിലാണ് ഗോയിക്കേഴ്സ് നിൽക്കുന്നത്. ആർസണലിനാണെങ്കിലും 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതിലിപ്പോൾ സെസ്കോൻ്റെ കാര്യത്തിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇതിനു മുമ്പ് വരെ പറഞ്ഞിരുന്നത് സെസ്കോ ആണ് നമുക്ക് വേണ്ട. ഞാനും വീഡിയോ ഒക്കെ ചെയ്തിരുന്നു ഗോയിക്കേഴ്സ് വേഴ്സസ് സെസ്കോ അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തിയപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ പ്ലേയിങ് സ്റ്റൈലിന് ബെറ്റർ ബെഞ്ചമിൻ സെസ്കോ ആണ്, സെസ്കോനെയാണ് ആർട്ടറ്റ പ്രിഫർ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. കൂടുതൽ ചാൻസ് സെസ്കോനാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിഞ്ഞത് ആർബി ലെപ്സിഗ് 90 മില്യൺ യൂറോസാണ് പ്ലെയറിൻ്റെ ഫീ ആയിട്ട് ചോദിക്കുന്നത്, ട്രാൻസ്ഫർ ഫീ ആയിട്ട് ചോദിക്കുന്നത്. 90 മില്യൺ യൂറോസ് എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ലെസ് ദാൻ 80 മില്യൺ പൗണ്ട്സിന് അടുത്ത് വരും. അതിപ്പോൾ ഗോയിക്കേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആർസണൽ ഓൾറെഡി ഒരു 65 മില്യൺ പൗണ്ട്സിൻ്റെ ഒരു ഫീ സജസ്റ്റ് ചെയ്തായിരുന്നു, ആഡ് ഓൺസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട്. പക്ഷേ റിപ്പോർട്ട്സ് അനുസരിച്ച് സ്പോർട്ടിങ് അത് പറ്റില്ല, കുറച്ചും കൂടി വേണമെന്നാണ്. അപ്പോൾ സ്പോർട്ടിങ് ചോദിക്കുന്ന വില അല്ലെങ്കിൽ അവസാനം ഡീലിലെത്തുന്ന തുക എന്ന് പറയുന്നതും മേ ബി ഒരു 70ക്ക് മേലേക്ക് എത്തിയേക്കാം. ഫീയുടെ കാര്യത്തിൽ വലിയൊരു വേരിയേഷൻ വരുന്നു എന്നുള്ളതല്ല. പക്ഷേ ഗോയിക്കേഴ്സ് 27 വയസ്സുള്ള ഗോയിക്കേഴ്സ് ഒരു പ്രൂവൺ ഗോൾ സ്കോററാണ്, റെക്കോർഡ് ഗോൾ സ്കോററാണ്. അവിടെ ബെഞ്ചമിൻ സെസ്കോൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആളൊരു ഫ്യൂച്ചർ പ്രോസ്പെക്റ്റാണ്, ഓൾറെഡി പ്രൂവ് ചെയ്തു എന്ന് പറയാൻ കഴിയില്ല. സോ അവിടെ വെച്ച് നോക്കുമ്പോൾ ഗോയിക്കേഴ്സിന് ആ വില ചോദിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ സെസ്കോന് അത്രയും വില ആർബി ലെപ്സിക്ക് ചോദിക്കുന്നത് ഇത്തിരി അധികപ്പറ്റ് തന്നെയാണ്. അതേപോലെ തന്നെ ബെഞ്ചമിൻ സെസ്കോൻ്റെ നിലപാട് അല്ലെങ്കിൽ അപ്രോച്ചും അത്ര അങ്ങോട്ട് ഫേവറബിൾ ആയിരുന്നില്ല. ആർസണൽ ഫാൻസിനും അത്ര സൂചിച്ചിട്ടൊന്നുമില്ല. ആളുടെ കീ റിലീസ് ക്ലോസ് ഒക്കെ വെക്കണം എന്നുള്ള രീതിയിലൊക്കെ ഷാട്ടി പിടിച്ചതായിട്ട് ഇടയ്ക്ക് റിപ്പോർട്ട്സ് ഒക്കെ വന്നിരുന്നു. അതേസമയം ഗോയിക്കേഴ്സ് ആണെങ്കിൽ ഇവിടെ എന്തും ഉപേക്ഷിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് ആർസണലിലേക്ക് വരാനായിട്ട്. മറ്റൊരു ടീമിനും മാൻ യുണൈറ്റഡൊന്നും ഒരു ചാൻസ് പോലും കൊടുത്തില്ല. ഒരു ഇടയ്ക്ക് ന്യൂസ് ഉണ്ടായിരുന്നു റൂബൻ അമോറിം ഇതിനിടയിൽ കയറും, മാൻ യുണൈറ്റഡ് ടോക്സ് വരും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആൾ ഫസ്റ്റ് ടൈം തന്നെ തള്ളിക്കളഞ്ഞു. വേറെ ആരും ഈ പരിസരത്തേക്ക് വരണ്ട, എനിക്ക് ആർസണൽ മാത്രം മതി എന്നുള്ള സ്റ്റാൻഡിലാണ് ഗോയിക്കേഴ്സ് ആദ്യമേ നിന്നത്. സോ അങ്ങനെയൊക്കെയാണ് അവസാനം സെസ്കോവിൻ്റെ കാര്യത്തിൽ നിന്നൊരു കംപ്ലീറ്റ് യൂ ടേൺ എടുക്കാനായിട്ട് ആൻഡ്രിയ ബെർട്ട റെഡി ആയത് എന്നാണ് റിപ്പോർട്ട്സ് വരുന്നത്. സോ ഇനിയിപ്പോൾ ഗോയിക്കേഴ്സിൻ്റെ കാര്യത്തിൽ ആ ഒരു ഫീ എഗ്രിമെൻറ്റ് എത്തണം എന്നുള്ളതാണ്. സോ അത് ഉടനെ തന്നെ എത്തുമെന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ ഗോയിക്കേഴ്സ് നമ്മുടെ ടീമിലേക്ക് വരാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടാക്റ്റിക്കലി നോക്കുകയാണെങ്കിൽ സെസ്കോ ആയിരിക്കും നമുക്ക് കുറച്ചും കൂടി ആപ്റ്റായിട്ടുള്ള പ്ലെയർ. പക്ഷേ ഇപ്പോൾ സെസ്കോന് അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ വരണ്ട, ഗോയിക്കേഴ്സ് മതി. ഗോയിക്കേഴ്സിൻ്റെ ഗോൾ സ്കോറിംഗ് എബിലിറ്റിയുടെ കാര്യത്തിൽ ഒരു സംശയം ആർക്കും പ്രകടിപ്പിക്കാനില്ല എന്നുള്ളതാണ്. ശരിയാണ്, ഇപ്പോൾ പോർച്ചുഗീസ് ലീഗിലാണെങ്കിൽ കൂടി പ്രീമിയർ ലീഗും പോർച്ചുഗീസ് ലീഗും നിലവാരത്തിൽ നല്ല വ്യത്യാസമുണ്ട്, സമ്മതിക്കുന്നു. പക്ഷേ ആ നേടുന്ന ഗോളുകളുടെ എബിലിറ്റി, ആ ഒരു കപ്പാസിറ്റി കാര്യങ്ങളും ഒക്കെ നമ്മൾ നേരിട്ട് കണ്ട് മീൻസ് ആ പോർച്ചുഗീസ് ലീഗിലാണെങ്കിൽ കൂടി അദ്ദേഹം നേടുന്ന ഗോളുകളുടെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. സോ അതൊന്നും ആ പ്ലെയറിന് പ്രീമിയർ ലീഗ് റിപ്ലിക്കേറ്റ് ചെയ്യാനേ കഴിയില്ല എന്ന് പറയുന്നത് ശരിയല്ല. അഡാപ്റ്റ് ചെയ്യാൻ സമയം വേണ്ടി വന്നേക്കാം. സോ ഇനി പ്ലേയിങ് സ്റ്റൈൽ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പ്ലെയറിൻ്റെ പണ്ട് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞു പോയതാണ്, എന്തായാലും ഒന്നുകൂടി പറയുന്നതേ ഉള്ളൂ. പ്ലേയിങ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇടതുകാലം കൊണ്ടും വലതുകാലം കൊണ്ടും ഗോൾ നേടുന്നതിലും മിടുക്കനായിട്ടുള്ളൊരു പ്ലെയർ തന്നെയാണ്. നമ്മുടെ ഗെയിമിംഗ് പ്ലേയിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് പൊസഷൻ ബേസ്ഡ് ആണെങ്കിൽ, പക്ഷേ ഈ പ്ലെയർ കുറച്ചും കൂടി കൗണ്ടർ അറ്റാക്കിംഗ് പ്ലേയിങ് സ്റ്റൈലാണെങ്കിൽ ഈ പ്ലെയറിന് കുറച്ചും കൂടി സൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. പന്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച് കളിക്കാനും കഴിവുള്ളൊരു പ്ലെയറാണ്. പക്ഷേ ലിങ്കപ്പ് പ്ലേ അത്ര അങ്ങോട്ട് ടോപ്പാണെന്ന് പറയാൻ കഴിയില്ല. അതിൽ ഈ ഏരിയ ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ പന്ത് ഹോൾഡ് ചെയ്തൊരു കൗണ്ടർ അറ്റാക്കിംഗ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു
തണ്ടറസ് സ്ട്രൈക്കർ റോള് കളിക്കാനായിട്ട് ബെസ്റ്റായിട്ട് ഇപ്പോൾ യൂറോപ്പിലുള്ളൊരു പ്ലെയർ തന്നെയാണ് വിറ്റർ ഗോയിക്കേസ് എന്ന് പറയുന്നത്. ശരിക്കും എനിക്ക് തോന്നുന്നു വിറ്റർ ഗോയിക്കേസിൻ്റെ വരവോടുകൂടി നമ്മുടെ അറ്റാക്കിംഗ് ഏരിയ, ആ ഒരു അറ്റാക്കിംഗ് ഇൻറ്റൻസിറ്റി, അറ്റാക്കിംഗ് വാട്ട്സേ ആ കൂടുതൽ അറ്റാക്സ് നമുക്ക് സെൻട്രിൽ കൂടെ ചിലപ്പോൾ വന്നേക്കാം. ഇപ്പോൾ നമ്മുടെ അറ്റാക്കിംഗ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ ആ ലെഫ്റ്റ് വിങ് റൈറ്റ് വിങ് മെയിൻലി റൈറ്റ് വിങ്ങിൽ കൂടെയാണ് വരാറ്. ഈ സെൻട്രിൽ കൂടെ ത്രൂ സെൻട്രൽ ഒരു അറ്റാക്ക്, ഒരു തണ്ടറസ് അറ്റാക്സും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് നമ്മുടെ ടീമിന്. സോ അത് മേ ബി ഗോയിക്കേസിൻ്റെ വരോടുകൂടി മാറ്റം വന്നേക്കാം. ആൻഡ് അതേപോലെ ഗോയിക്കേസ് പോലൊരു പ്ലെയർ വരുന്നതോടുകൂടി ആർസണൽ അല്ലെങ്കിൽ മിക്കേൽ ആർട്ടറ്റ മേ ബി കൗണ്ടർ അറ്റാക്കിംഗ് ഗെയിമിന് കുറച്ചും കൂടി പ്രാമുഖ്യം കൊടുത്തേക്കാം എന്നുള്ളതാണ്, കൊടുക്കണം എന്നുള്ളതാണ്. ഡിഫൻസിന് പിറകെയുള്ള സ്പേസിലേക്ക് മിന്നൽ വേഗത്തിൽ ഓടിക്കയറുന്നതിൽ മികച്ചു നിൽക്കുന്ന ഒരു പ്ലെയറാണ് വിറ്റർ ഗോയിക്കേസ്. ഇപ്പോൾ സ്പോർട്ടിങ്ങിലുള്ള സമയത്താണെങ്കിൽ അവിടെ ഒരുപാട് സമയത്ത് എടുത്തു കണ്ടിട്ടുള്ള കാര്യമാണ് ഡിഫൻസീവ് ലൈനിൽ നിന്ന് ലോങ് ബോൾ ഡയറക്റ്റ് ഗോയിക്കേസിലേക്ക് എത്തിക്കുന്നൊരു ഏർപ്പാട്. അത് ഗോയിക്കേസ് വേണമെങ്കിൽ പന്ത് ഹോൾഡ് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് ടച്ച് പ്ലേ മറ്റുള്ള ടീം മെമ്പേഴ്സിന് എടുത്ത് വെക്കും. അതേപോലെ ലെഫ്റ്റ് ചാനലിലൂടെ ആക്രമിച്ച് കയറുന്നതിലും മികച്ചു നിൽക്കുന്ന ഒരു പ്ലെയറാണ്. സോ ഒന്നില്ലെങ്കിൽ പന്ത് ഹോൾഡ് ചെയ്തൊരു മറ്റൊരു ടീം മെമ്പറിന് റണ്ണിങ്ങിന് പ്രോഗ്രസീവായിട്ട് വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ പ്ലെയർ തന്നെ ഡ്രിബിൾ ചെയ്ത് ബോക്സിനകത്തേക്ക് കയറ്റും, നല്ല രീതിയിൽ ക്രോസ് വെക്കും, അല്ലെങ്കിൽ ഏത് ടൈറ്റ് ആംഗിളിൽ നിന്ന് ഷോട്ട് എടുക്കാനും പ്ലെയർ ശ്രമിക്കും എന്നുള്ളതാണ്. പിന്നെ ഒരു ഏരിയ ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് പറയാൻ കിടക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോയിക്കേസിൻ്റെ ഏരിയൽ ത്രെറ്റ്. ഇപ്പോൾ ലോങ് ബോൾ ബാക്ക് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കോൺടാക്ട് കൊടുക്കുന്നതിന് നല്ല ചലഞ്ച് കൊടുക്കാനൊക്കെ പ്ലെയറിന് കഴിയുമെങ്കിലും ആ ബോക്സിനകത്ത് ഒരു ഹെഡർ ഗോൾ കാര്യങ്ങളുടെയൊക്കെ വിഷയം വരുമ്പോൾ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടതുണ്ട് പ്ലെയറിന്. ഒരു റെഡ് ഡോട്ടായിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷേ മിക്കേൽ ആർട്ടറ്റ പോലൊരു കോച്ചിന് കീഴിൽ അതൊക്കെ ഇമ്പ്രൂവ് ആയി വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്. സോ ലെഫ്റ്റ് ചാനലിലൂടെ അറ്റാക്ക് ചെയ്യുകയും അതേപോലെ തന്നെ ഓപ്പൺ സ്പേസിലേക്ക്, അതും ഡിഫൻസിന് പിറകിലുള്ള ഓപ്പൺ സ്പേസ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നല്ല രീതിയിൽ അവിടെ ത്രെറ്റ് കൊടുക്കുന്ന ഗോയിക്കേഴ്സിൻ്റെ വരവോട് കൂടി നമുക്ക് കൗണ്ടർ അറ്റാക്കിംഗ് സിറ്റുവേഷൻസ് നല്ല ബെറ്ററായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ ലോങ് ബോൾ സ്ട്രാറ്റജി കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് ഡിഫൻസീവ് ലൈനിലേക്ക് ഓവറായിട്ട് പ്രസ് വരുന്ന സാഹചര്യത്തിൽ ലോങ് ബോൾ സ്ട്രാറ്റജി, അതും ഗോയിക്കേസിൻ്റെ പ്രസൻസ് ആ ഫ്രണ്ട് ലൈനിലുള്ളത് നമുക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. ആൻഡ് മോസ്റ്റ്ലി മിക്ക ടീമുകളും ഹൈ ലൈൻ നമ്മുടെ അടുത്ത് ഡിഫൻസീവ് ലൈൻ പിടിക്കാറില്ല പ്രീമിയർ ലീഗിൽ. മിക്ക ടീമുകളും ടോപ്പ് 6 ഒന്നല്ല, അല്ലെങ്കിൽ ടോപ്പിൽ നിൽക്കുന്ന ടീമുകളല്ല, ബാക്കിയുള്ള മിഡ് ടേബിൾ ടീംസ് അല്ലെങ്കിൽ ലോ ടേബിൾ ടീംസ് എല്ലാവരും ലോ ബ്ലോക്ക് പിടിക്കുകയാണ് ചെയ്യാറ്. ബട്ട് സ്റ്റിൽ ഒരു ഹൈലൈൻ പിടിക്കുന്ന സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഗോയിക്കേസിൻ്റെ പ്രസൻസ് അവിടെ ആ ത്രെറ്റ് വളരെയധികം കൂട്ടുന്നു എന്നുള്ളതാണ്. സോ ഇനിയിപ്പോൾ ആ ഫീയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒത്തു വന്നു കഴിഞ്ഞാൽ ഹിയർ വി ഗോ എത്തും. സോ ആർസണൽ പിയർ-എറിക് ഒബമയാങ്ങിന് ശേഷം, വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രോപ്പർ നമ്പർ 9 സ്ട്രൈക്കറെ സൈൻ ചെയ്യാൻ പോവുകയാണ്. ആ ലോങ് വെയിറ്റ് അവിടെ അവസാനിക്കുകയാണെന്നുള്ളതാണ്. ഗബ്രിയേൽ ജീസസിനെ ഒരു പ്രോപ്പർ നമ്പർ 9 ആയിട്ട് ആരും കൺസിഡർ ചെയ്യരുത്, അത് കൂട്ടുന്നില്ല. അതൊരു പ്രോപ്പർ നമ്പർ 9 അല്ല പ്ലെയർ. സോ ഒബമയാങ് ആയിരുന്നു ലാസ്റ്റ് നമ്മുടെ ക്ലബിൻ്റെ ഒരു പ്രോപ്പർ നമ്പർ 9 പ്ലെയർ. അതിനുശേഷം നമ്മളൊരു പ്രോപ്പർ സൈനിങ് നടത്താൻ പോവുകയാണ് എന്നുള്ളതാണ്. സോ അതെല്ലാവരും ആർസണൽ ഫാൻസ് ഒരുപാട് ആൾ കാത്തിരുന്നൊരു സന്തോഷ വാർത്തയാണ് എന്നുള്ളതാണ്. ഫസ്റ്റ് ഇതിനൊരു തീരുമാനമായത്, ആ സ്ട്രൈക്കർസായിക്ക് ഒരു തീരുമാനമായത് മറ്റൊന്ന് ഒരു സ്ട്രൈക്കർ വരുന്നു എന്നുള്ളത്. അതും നല്ലൊരു സ്ട്രൈക്കർ തന്നെ, അത് എഫക്റ്റീവ് ആവട്ടെ, നല്ല രീതിയിൽ തന്നെ എഫക്റ്റീവ് ആവട്ടെ. നമ്മുടെ പ്ലേയിങ് സ്റ്റൈലിനോടും നമ്മുടെ ആ ഒരു എൻവയൺമെൻറ്റിനോടും പെട്ടെന്ന് തന്നെ പ്ലെയർ ഈ ക്ലബിലേക്ക് വരാനുള്ള പ്ലെയറിൻ്റെ എന്തൂസിയാസം ക്ലബിലേക്ക് വന്നതിന് ശേഷം അത് വളരെ രീതിയിൽ എഫക്റ്റീവ് ആവട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് അതേപോലെ മറ്റുള്ള ട്രാൻസ്ഫർ വിശേഷങ്ങൾ ആർസണലിൻ്റെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ കുറച്ച് ദിവസം 2 ആഴ്ചയായിട്ട് ആർസണൽ ശരിക്കും ബിസിയാണെന്നുള്ളതാണ്. ഇപ്പോൾ കെപ്പ വന്നു, സുബിമെൻഡി വന്നു, നോർഗാർഡ് എത്തി, ക്ലോസ് ടു 10 മില്യൺ പൗണ്ട്സിൻ്റെ ഡീല് ഏറെക്കുറെ സീൽഡ്. ആർസണലും ബ്രെൻഫോർഡും ഡോക്യുമെൻറ്റ്സ് എല്ലാം കൈമാറി കഴിഞ്ഞു. സോ അതും അവിടെ ഡീലായി, അവിടെ സീലായി. അതിനുശേഷം നമ്മൾ നോനി മഡൂക്കൻ്റെ കാര്യം, ചെൽസിയിൽ നിന്ന് നോനി മഡൂക്കൻ 50 മില്യൺ പൗണ്ടിന് കൊണ്ടുവരുന്ന കാര്യം, അതിൽ ആർസണൽ ഫാൻസിന് ഇച്ചിരി എതിർപ്പുണ്ട് എന്നുള്ളതാണ്. കാരണം അത് നമ്മുടെ പ്രയോറിറ്റി സൈനിങ് അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ പ്ലെയറിൻ്റെ ഒരു എബിലിറ്റി എന്ന് പറയുന്നത് ലെഫ്റ്റ് വിങ്ങിലും റൈറ്റ് വിങ്ങിലും ഒരേപോലെ കളിക്കാൻ കഴിയുന്ന ഒരു വിങ്ങറാണ്. പക്ഷേ എൻസോ മരസ്ക ചെൽസിയിൽ ലാസ്റ്റ് സീസണിലെ പ്ലെയറിനെ കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത് റൈറ്റ് വിങ്ങിലാണ്. ലെഫ്റ്റിൽ വളരെ കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ, റൈറ്റ് വിങ്ങിലാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. റൈറ്റ് വിങ് ആണെങ്കിൽ നമ്മുടെ ക്ലബ്ബിൽ കളിക്കുന്നത് ബുക്കായോ സാക്കയാണ്. സോ ബുക്കായോ സാക്കയ്ക്ക് ഒരു ബാക്കപ്പ് പ്ലെയർ, അതും 50 മില്യൺ പൗണ്ട്സ് കൊടുത്ത് ചെൽസിയിൽ നിന്ന് വാങ്ങുന്നതിനോട് ആർസണൽ ഫാൻസിന് അത്രയ്ക്കും ഒരു യോജിപ്പ് എന്നല്ല, എതിർപ്പ് തന്നെയുണ്ട് ഓപ്പണായിട്ട് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട്. ആൻഡ് അതിൽ ചെൽസിയിൽ നിന്ന് അങ്ങനെ ഒരു പ്ലെയറെ കൊണ്ടുവരുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി മറ്റൊരു ടെൻഷൻ എന്ന് പറയുന്നത് ഈ നോനി മഡൂക്കൻ്റെ വരവോടുകൂടി നമ്മുടെ മറ്റുള്ള പ്രയോറിറ്റി സൈനിങ്സിനെ അത് ബാധിക്കുമോ എന്നുള്ളതാണ്. എബ്രച്ചി ആയിട്ടുള്ള ടോക്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു, പോസിറ്റീവ് ടോക്സ് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഗോയിക്കേഴ്സിൻ്റെ വരവ്, അതുകൂടാണ്ട് നമുക്കൊരു സ്പെഷ്യലിസ്റ്റ് ലെഫ്റ്റ് വിങ്ങറെ കൊണ്ടുവരണം. റോഡ്രിഗോൻ്റെ കാര്യമാണ് പറയുന്നത്. സോ ഈ നോനി മഡൂക്കൻ്റെ വരവ് ഇതിലേക്ക്
ഈ റോഡ്രിഗോൻ്റെയൊക്കെ സൈനിങ് അല്ലെങ്കിൽ എബ്രച്ചിയസയുടെ സൈനിങ്ങിന് ഒരു പാരയാകുമോ എന്നൊരു ടെൻഷൻ ആസ ഫാൻസിനുണ്ട് എന്നുള്ളതാണ്. സോ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്കായോ സാക്കയ്ക്ക് ഒരു പ്രോപ്പർ ബാക്കപ്പ് വരിക എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ 50 million pounds എന്ന് പറയുന്നത്, ചെൽസി ആസ്ക് ചെയ്യുന്ന 50 million pounds എന്ന് പറയുന്നത് അത് ഇച്ചിരി കൂടുതലാണ്. റിപ്പോർട്ട്സ് അനുസരിച്ച് ആർസണൽ അത്രയും അങ്ങോട്ട് പേ ചെയ്യാൻ ചാൻസ് ഇല്ലെന്നാണ് കേൾക്കുന്നത്. അത് കണ്ടറിയേണ്ട കാര്യം. 50 million pounds എന്ന് പറയുന്നത് ഇച്ചിരി ഓവർ എമൗണ്ട് തന്നെയാണ് ഒരു ബാക്കപ്പ് പ്ലെയറിന്, ഓൾറെഡി ഈതൻ ന്യൂനയുടെ പ്രസൻസ് ക്ലബിലുള്ളപ്പോൾ. ആൻഡ് എബ്രച്ചിയസയെ നമുക്ക് വേണ്ടൊരു പ്ലെയറായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. കാരണം ഓഡഗാർഡിൻ്റെ പൊസിഷനിൽ, ഓഡഗാർഡിൻ്റെ വേറൊരു പ്രൊഫൈലിൽ, ഓഡഗാർഡ് ഒരു പ്ലേ മേക്കിംഗ് മിഡ്ഫീൽഡർ ആണെങ്കിൽ എബ്രച്ചിയസ് കുറച്ചും കൂടി ഒരു ഗോൾ സ്കോറിംഗ് മിഡ്ഫീൽഡറായിട്ട് നമുക്ക് വേണ്ടി കൺസിഡർ ചെയ്യാം എന്നുള്ളതാണ്. സോ എബ്രച്ചിയസിനെ ഞാൻ കുറച്ചും കൂടി പ്രയോറിറ്റൈസ് ചെയ്യും. ആൻഡ് റോഡ്രിഗോ ഒരു പ്ലെയർ ഇപ്പോൾ നമുക്ക് ഇത്രയും ലിങ്കുള്ള സമയത്ത്, ഈ ഒരു പ്ലെയർ മാർക്കറ്റിൽ വരുന്ന സമയത്ത് നമുക്കത് ആ പ്ലെയറിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു സീസൺ വിന്നിങ് സൈനിങ് തന്നെ ആയേക്കാം എന്നുള്ളതാണ്. സോ റോഡ്രിഗോനെയും നമ്മൾ അത്രയും പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട്. നോനി മഡൂക്കെ, എബ്രച്ചിയസെ പ്ലസ് റോഡ്രിഗോ നമുക്ക് കിട്ടുകയാണെങ്കിൽ, ആൻഡ് ഗോയ്ക്കസ് ഓൾറെഡി, അങ്ങനെ നമുക്ക് ഈ 4 പ്ലേയേഴ്സിനെ നമുക്ക് ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ ഒരു ഡ്രീം സമ്മർ ട്രാൻസ്ഫർ വിൻഡോ തന്നെ ആകും നമ്മുടെ എന്നുള്ളതാണ് ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ. പക്ഷേ നോനി മഡൂക്കിൻ്റെ വരവ് കാരണം നമുക്ക് ഇതിനെ പറയുന്ന ഗോയ്ക്കസിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എബ്രച്ചിയസയോ അല്ലെങ്കിൽ റോഡ്രിഗോ എന്ന 2 പ്ലേയേഴ്സിൻ്റെ സെയിലിൽ നമുക്ക് എന്തെങ്കിലും ഒരു തടസ്സം ഫേസ് ചെയ്യേണ്ടി വന്നാൽ അത് ഒരു നെഗറ്റീവ് സംഭവമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അതേപോലെ തന്നെ ക്രിസ്റ്റ്യൻ മസ്കോര വരാനുണ്ട് വലൻസിയയിൽ നിന്നും. അത് ബാക്കപ്പ് ഡിഫൻഡറാണ്, അത്ര അങ്ങോട്ട് ഫീ വരുന്നില്ല. പക്ഷേ എബ്രച്ചിയസയുടെ ഒക്കെ 60 million pounds അത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കാനാണ് ആർസണൽ ഉദ്ദേശിക്കുന്നത്. റോഡ്രിഗോയ്ക്ക് ആണെങ്കിൽ എന്തായാലും ക്ലോസ് ടു 70 million pounds പൊട്ടിക്കേണ്ടി വരും, മിനിമം പൊട്ടിക്കേണ്ടി വരും എന്നുള്ളതാണ്. സോ നോനി മഡൂക്കേൻ്റെ ഈ ഒരു ഫീസ് ആർസണൽ ഫാൻസിന് അത്ര സുഖിക്കുന്നില്ല. ആൻഡ് ആ ഒരു പ്ലെയറിൻ്റെ വരവും ആർസണൽ ഫാൻസിന് അത്ര സുഖകരമായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ്. സോ എന്നെ സംബന്ധിച്ചാണ് പ്രയോറിറ്റി എന്ന് പറയുന്നത് എബ്രച്ചിയസും റോഡ്രിഗോ ആണ്. നോനി മഡൂക്ക വന്നാൽ കുഴപ്പമില്ല, പക്ഷെ ബാക്കിയുള്ള സൈനിങ്സിനെ അത് ബാധിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ആൻഡ് അതേപോലെ റോഡ്രിഗോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ വിചാരിച്ചിരുന്ന ക്ലബ് വേൾഡ് കപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റയൽ മാഡ്രിഡിൻ്റെ പാർട്ടിസിപ്പേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ റോഡ്രിഗോയുടെ കാര്യത്തിൽ നമ്മൾ കളത്തിലിറങ്ങും, കാര്യങ്ങൾ പെട്ടെന്ന് റോഡ്രിഗോ നമ്മളെ ഫേവർ ചെയ്യുന്നു, അപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്നാണ്. പക്ഷേ PSG ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്, സിറ്റിയുടെ പേര് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ബയൺ മ്യൂണിച്ചിൻ്റെ മുസിയാലയുടെ ആ ഒരു ഹൊറിഫിക് ഇഞ്ചുറിക്ക് ശേഷം ബയണിൻ്റെ പേരും കേൾക്കുന്നുണ്ട്. സോ അതിലൊക്കെ ചെറിയ റൂമേഴ്സാണ്, നമുക്കറിയില്ല എത്രത്തോളം അതിൽ ഉള്ള സത്യാവസ്ഥ ഉണ്ടെന്നുള്ളതൊക്കെ ഇനി വരും ദിവസങ്ങൾ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. പക്ഷേ PSG ഇൻട്രസ്റ്റ് പറഞ്ഞു കേൾക്കുന്നുണ്ട് നന്നായിട്ട്. സോ അവിടെയും നമ്മളൊരു ഫൈറ്റ് ചിലപ്പോൾ ഫേസ് ചെയ്തേക്കാം എന്നുള്ളതാണ്. എൻ്റെ കുറച്ച് ദിവസം മുമ്പ് റിപ്പോർട്ട് വന്ന പ്ലെയറിൻ്റെ പ്രയോറിറ്റി ആർസണൽ എന്നാണെന്നാണ്. പക്ഷേ നമുക്ക് കണ്ടറിയേണ്ടതാണ്. പക്ഷേ നോനി മഡൂക്കേൻ്റെ വരവ് നമ്മളെ മറ്റുള്ള സൈനിങ്സിൽ ബാധിച്ചില്ലെങ്കിൽ, നോനി മഡൂക്കൻ്റെ ഫീസ് ഇത്തിരി കുറയുന്നതാണെങ്കിൽ ഐ എം ഓക്കെ വിത്ത് ദാറ്റ്. ഒരു കുഴപ്പമില്ല, നോനി മഡൂക്ക വന്നാൽ നമുക്ക് സാക്കിക്ക് ഒരു പ്രോപ്പർ ബാക്കപ്പ് ആവും എന്നുള്ളതാണ്. ഇനി മറ്റുള്ള ട്രാൻസ്ഫർ വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ, ന്യൂകാസിൽ യുണൈറ്റഡ് ആന്റണി എലാങ്കനെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് എത്തിക്കാൻ പോവുകയാണ്. 55 million pounds ആ ഒരു ബിഡ് ഏറെക്കുറെ എഗ്രിമെൻറ്റിലേക്ക് എത്തി എന്നുള്ളതാണ്. ഇപ്പോൾ കാര്യങ്ങൾ മെഡിക്കൽ വരെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. സോ ആന്റണി ഇലാങ്ക പഴയ മാൻ യുണൈറ്റഡ് പ്ലെയറാണ്. ആന്റണി ഇലാങ്ക ടു ന്യൂകാസിൽ യുണൈറ്റഡ് ഏറെക്കുറെ തീരുമാനമായി എന്നുള്ളതാണ്. അതേപോലെ തന്നെ ന്യൂകാസിൽ യുണൈറ്റഡിൽ 20 വർഷം മുമ്പ് ജോയിൻ ചെയ്തതാണ് ഷോൺ ലോങ്സ്റ്റാഫ് എന്ന് പറയുന്ന മിഡ്ഫീൽഡർ. ആളിപ്പോൾ ലീഡ്സ് യുണൈറ്റഡിലേക്ക് 10 million pounds പ്ലസ് 2 million pounds ആഡ് ഓൺ ആയിട്ട്. സോ ആ ഒരു ഓഫറിലേക്ക് ഒരു 3rd ബിഡാണ് ലീഡ്സ് യുണൈറ്റഡിൻ്റെ. സോ ആ ഒരു കാര്യത്തിൽ ഏറെക്കുറെ എഗ്രിമെൻ്റ് എത്തി എന്നുള്ളതാണ്. സോ ക്ലബിൻ്റെ അത്യാവശ്യം ഫീ ഒക്കെ മേടിച്ചു കൊടുത്ത് ഇറങ്ങി പോകാൻ തന്നെയാണ് ആ പ്ലെയറിന് താല്പര്യം എന്നുള്ള രീതിയിൽ റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. സോ ലീഡ്സ് യുണൈറ്റഡിലേക്ക് ഷോൺ ലോങ്സ്റ്റാഫ് 20 വർഷങ്ങൾക്ക് ശേഷം ന്യൂകാസിൽ യുണൈറ്റഡ് വിടാൻ പോകുന്നു എന്നുള്ള രീതിയിൽ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട് എന്നുള്ളതാണ്. റയൽ മാഡ്രിഡും ബെൻഫിക്കയും തമ്മിൽ ഏറെക്കുറെ എഗ്രിമെൻറ്റിലേക്ക് എത്തി അൽവാരോ കരേരാസിൻ്റെ കാര്യത്തിൽ എന്നുള്ളതാണ്. എഗ്രിമെൻറ്റ് വളരെ ക്ലോസ് ആയിരിക്കുന്നു. അതിൽ റയൽ മാഡ്രിഡ് ഈ ഒരു മിക്സിലേക്ക് റഫേൽ ഒബ്രാഡോർ എന്ന് പറയുന്ന ഡിഫൻഡറിനെയും കൂടി ആഡ് ചെയ്തപ്പോൾ റഫേൽ ഒബ്രാഡോർ ടു ബെൻഫിക്ക ഡീല് സീലായി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. സോ ഇനി അടുത്ത് വരാനുള്ളത് അൽവാരോ കരേരാസ് ടു റയൽ മാഡ്രിഡ് ആണ്, കൺഫർമേഷനാണ് വരാനുള്ളത്. അത് മിക്കവാറും അടുത്ത് തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. ക്ലബ് വേൾഡ് കപ്പ് കഴിഞ്ഞിട്ടായിരിക്കും ഡീൽ സൈനിങ്ങും കാര്യങ്ങളൊക്കെ വരിക എന്നുള്ളതാണ്. സോ അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ മാക്സിം എസ്റ്റീവ് എന്ന ബേൺലിയുടെ ഡിഫൻഡറിൻ്റെ മേലെ ഒരുപാട് ക്ലബ്ബുകൾ ഇപ്പോൾ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. അതിലിപ്പോൾ ടോട്ടനം ഹോട്ട്സ്പർ ആണ് പുതിയതായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്ന കൂട്ടത്തിൽ. അപ്രോച്ചും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. ടോട്ടനം ഹോട്ട്സ്പർ ഈ പ്ലെയറിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്ന രീതിയിൽ റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഇനി ഇൻ്റർ മയാമിയുടെ കാര്യം, മെസ്സിയുടെ കാര്യം പറയുകയാണെങ്കിൽ മെസ്സി ഇൻ്റർ മയാമിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ചാൻസ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട്സ് ഒക്കെ വരുന്നത്. റോഡ്രി അത്ലറ്റിക്കോയിൽ നിന്ന് ഇൻ്റർ മയാമിയിലേക്ക് വരാനായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. സോ അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട്
ഇന്റർ മയാമി ടോക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ആൻഡ് 3 സ്ട്രൈക്കേഴ്സിൻ്റെ കാര്യം, യൂറോപ്പിൽ കളിക്കുന്ന 3 സ്ട്രൈക്കേഴ്സിൻ്റെ കാര്യം ഒരു ട്രയാങ്കിൾ കണക്ഷനിൽ നിൽക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. നപ്പോളിയായിട്ട് ഗലാറ്റസറായ്ക്ക് ഒരു എഗ്രിമെൻറ്റ് എത്തേണ്ടതുണ്ട് വിക്ടർ ഓസിമേനെ കൊണ്ടുപോകാനായിട്ട്. ഒരു 60 മില്യൺ യൂറോസിൻ്റെ ഒരു സജസ്റ്റഡ് ഫീസ് നെപ്പോളി തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. അതിനും കൂടുതൽ വേണം എന്നുള്ളതാണ്. പേഴ്സണൽ എഗ്രിമെൻ്റ് ഒക്കെ 2028 വരെ ഗലാറ്റസറായും വിക്ടർ ഓസിമേനും തമ്മിൽ ഓൾറെഡി റീച്ച് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നെപ്പോളിക്കാണെങ്കിൽ ലിവർപൂളിൽ നിന്നും ഡാർവിൻ ന്യൂനസിനെ വേണം, അതാണ് ടോപ്പ് പ്രയോറിറ്റി. അവിടെയും ടോക്സ് നടക്കുന്നു. ഇനി ഗലാറ്റസറായി ഒരു സ്ട്രൈക്കറെ സൈൻ ചെയ്തിട്ട് വേണം അൽവാരോ മൊറാട്ടേനെ ഇറ്റാലിയൻ ലീഗിലേക്ക് കോമോക്കി കൊണ്ടുപോകാനായിട്ട്. സോ അങ്ങനെ 3 സ്ട്രൈക്കേഴ്സിൻ്റെയും കാര്യങ്ങൾ ഇങ്ങനെ ഏറെക്കുറെ ഇന്റർ കണക്റ്റഡ് ആയിട്ട് ട്രയാങ്കുലർ ഇന്റർ കണക്ഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്നുള്ളതാണ്. ഇറ്റാലിയൻ ലീഗിലെ AS റോം അവരുടെ ഗോൾ കീപ്പറായ മൈൽസ് വീലാറിൻ്റെ കരാർ 2030 വരെ പുതുക്കുന്ന കാര്യത്തിൽ എഗ്രിമെൻറ്റിലേക്ക് എത്തി. പ്ലെയറും ക്ലബ്ബും തമ്മിൽ എഗ്രിമെൻറ്റിലേക്ക് എത്തി എന്നുള്ളതാണ്. വെർബൽ എഗ്രിമെൻ്റാണ് എത്തിയിരിക്കുന്നത്. ഡീൽ ഇനി അടുത്ത ആഴ്ചയായിരിക്കും സൈൻ ചെയ്യുക എന്ന് പറഞ്ഞു കേൾക്കുന്നു. ആൻഡ് ആർസണലിൻ്റെ പഴയ സ്ട്രൈക്കർ, പുതിയ സ്ട്രൈക്കർ പറയുമ്പോൾ പഴയ സ്ട്രൈക്കറെ കുറിച്ച് പറയണമല്ലോ. പഴയ സ്ട്രൈക്കറായ ഒബമയാങ് സൗദി പ്രോ ലീഗിൽ കളിച്ചു വരികയായിരുന്നു അൽ കാസിയ എന്ന് പറയുന്ന ക്ലബ്ബിൽ. പക്ഷെ അവിടെ ഇപ്പോൾ ഒരു മ്യൂച്വൽ എഗ്രിമെൻറ്റിൽ ക്ലബ്ബുമായിട്ട് കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളതാണ് കേൾക്കുന്നത്. ക്ലബ്ബ് ഒരു യങ്ങർ സ്ട്രൈക്കറിനെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലാണ്. സോ ഒബമയാങ്ങുമായിട്ടുള്ള കോൺട്രാക്റ്റ് അവിടെ ടെർമിനേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ആളൊരു ഫ്രീ ഏജൻറ്റ് ആവാൻ പോവുകയാണെന്നുള്ളതാണ്. ഇനി ബാഴ്സലോണയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബാഴ്സലോണ 18 വയസ്സുള്ള മിഡ്ഫീൽഡറെ എത്തിച്ചിരിക്കുകയാണ്. ലൗറോ ചെൽഫി എന്ന് പറയുന്ന ക്രൊയേഷ്യൻ മിഡ്ഫീൽഡറെയാണ് NK കുസ്റ്റോസീവ എന്ന് പറയുന്ന ക്രൊയേഷ്യൻ ക്ലബിൽ നിന്നും ബാഴ്സ സൈൻ ചെയ്തിരിക്കുന്നത്. പ്ലെയർ നെക്സ്റ്റ് സീസൺ ബാഴ്സ അണ്ടർ 21 ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്യും എന്നുള്ളതാണ്. സോ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു പോകുന്ന ആർസണലിൻ്റെ വിശേഷങ്ങളും പിന്നെ മറ്റുള്ള ട്രാൻസ്ഫർ വിശേഷങ്ങളും. സോ ഓക്കെ ഗൈസ്, സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറക്കാതെ ലൈക്ക് ചെയ്യുക. സോ നമ്മുടെ വീഡിയോ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കിടന്ന് കറങ്ങാൻ അത് വളരെ സഹായകമാകും എന്നുള്ളതാണ്. ആൻഡ് അതേപോലെ നിങ്ങൾക്ക് ഈ ചാനലിൽ വരുന്ന കണ്ടൻസ് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യുക. ചാനലൊന്ന് ഗ്രോ ആയി വരുന്നേ ഉള്ളൂ. ആൻഡ് അതേപോലെ നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് നമ്മുടെ ചാനലിനെ കുറിച്ചൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് ബെറ്റർ ആയിട്ട് റീച്ച് ചെയ്യാൻ പറ്റും നിങ്ങളിലൂടെ എന്നുള്ളതാണ്. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.